നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഏപ്രിൽ മാസം 24-ാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള 5ഓളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം. ഒന്നാമതായി പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായി വന്നിരിക്കുന്നത് വാഹന നിയമ ലംഘനത്തിന് AI ക്യാമറ വഴി പിഴ അടയ്ക്കുന്നതിന് നോട്ടീസ് അയക്കുന്നത് നിർത്തിയതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സർക്കാർ പണം നൽകാത്തതിനാലാണ് കെൽട്രോൺ നോട്ടീസ് അയക്കുന്നത് അവസാനിപ്പിച്ചത്. തപാൽ നോട്ടീസിന് പകരം ചലാൻ മാത്രമാണ് ഇപ്പോൾ അയക്കുന്നത്. ഇതുവരെ 339 കോടിയുടെ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയതിൽ 62.5 കോടി മാത്രമാണ് ഖജനാവിലേക്ക് എത്തിയത്. നിയമലംഘനം കുറയ്ക്കുകയും നിയമലംഘകരിൽ നിന്ന് പണം ഈടാക്കി ഖജനാവ് നിറയ്ക്കുകയുമായിരുന്നു സർക്കാർ ലക്ഷ്യം. അഴിമതി ആരോപണത്തിൽ കുടുങ്ങിയ ക്യാമറ പദ്ധതി 10 മാസം പിന്നിടുമ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ്. ജൂൺ 5-ന് പിഴയടയ്ക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിമാസം നിയമലംഘനങ്ങൾ 1.5 ലക്ഷമായിരുന്നു. ഇപ്പോഴത് 5 ലക്ഷം വരെയായി. പ്രതിവർഷം 25 ലക്ഷം നോട്ടീസ് അയക്കുമെന്നായിരുന്നു കെൽട്രോണിന്റെ കരാർ. ഏപ്രിൽ ആയപ്പോഴേക്കും 25 ലക്ഷം കഴിഞ്ഞു. ഇനി നോട്ടീസ് അയക്കണമെങ്കിൽ നോട്ടീസ് ഒന്നിന് 20 രൂപ വേണം എന്നാവശ്യപ്പെട്ട് കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകി. ഇതിന് സർക്കാർ മറുപടി നൽകിയിട്ടില്ല. പേപ്പർ വാങ്ങാൻ പോലും പണമില്ല എന്ന് ഗതാഗത കമ്മീഷണറെ അറിയിച്ച് നോട്ടീസ് അയക്കൽ കെൽട്രോൺ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് മദ്യവിൽപ്പനശാലകൾ അടച്ചിടാൻ തീരുമാനം. കേരളത്തിൽ വെള്ളിയാഴ്ച ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ബുധനാഴ്ച വൈകുന്നേരം 6 മണി മുതൽ സംസ്ഥാനത്തെ മദ്യശാലകൾ അടച്ചിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബുധനാഴ്ച വൈകുന്നേരം 6 മണി മുതൽ വോട്ടെടുപ്പ് ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി വരെ മദ്യശാലകൾ അടച്ചിടാനാണ് തീരുമാനം. ജൂൺ 4-ന് വോട്ടെണ്ണൽ ദിനത്തിലും മദ്യശാലകൾക്ക് അവധിയായിരിക്കും. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. ഇന്ന് ഒറ്റയടിക്ക് 1120 രൂപയുടെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ സ്വർണ്ണവില 52,000 രൂപയിലേക്ക് എത്തി. 12 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണവില ഇത്രയും താഴുന്നത്. ഏപ്രിൽ 20 മുതൽ 1600 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 52,920 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 6,615 രൂപയും നൽകണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ജാഗ്രതാ നിർദ്ദേശം പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം. ആലപ്പുഴയിൽ 2 സ്ഥലങ്ങളിലെ താറാവുകളിൽ പക്ഷിപ്പനി അഥവാ ഏവിയൻ ഇൻഫ്ലുവൻസ H5N1 കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങളും നിർദ്ദേശങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജും വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. പക്ഷിപ്പനി പ്രതിരോധത്തിനായി SOP പുറത്തിറക്കി. പക്ഷിപ്പനി മനുഷ്യനെ ബാധിക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണം. ആരോഗ്യവകുപ്പ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും തന്നെ കർശനമായി പാലിക്കണം. പക്ഷിപ്പനി ബാധിച്ച പക്ഷികളുമായി ഇടപെട്ടവർ ക്വാറന്റൈൻ കൃത്യമായി പാലിക്കണം. ഈ പ്രദേശത്ത് 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശങ്ങളിൽ നിരീക്ഷണവും ശക്തിപ്പെടുത്തുകയാണ്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.